ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു മിനി വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണേ. അപ്പോൾ ഇതേ രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. സുബഹി കഴിഞ്ഞാൽ നേരെ അടുക്കളയിലോട്ടാണല്ലോ. അപ്പോൾ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ചട്നി ആയിരുന്നു. എൻ്റെ റെസിപ്പി ഓടിച്ചങ്ങ് പറഞ്ഞേക്കാം. ഇതിന് മുന്നേ ഒരുപാട് തവണ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു തക്കാളി, ഒരു സവോള, ഒരു തക്കാളിക്ക് ഒരു സവാള എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ അതിന് കൂടുതൽ വേണമെങ്കിൽ അതിന് ഇരട്ടിക്ക് എടുക്കുക. പിന്നെ ലേശം മുളക് പൊടി, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് കഴിഞ്ഞ് അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും കൂടെ വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. അടിപൊളി ചട്നിയാണ്. ഇതിനിടയ്ക്ക് വാപ്പ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ ഇട്ടു. ദോശയുണ്ടാക്കി. നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പാത്തുക്കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് കുറേ സമയം ഹാളിൽ ഇതുപോലെ വന്നങ്ങോട്ട് ഇരിപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കൊച്ചിനും കാപ്പിയൊക്കെ കൊടുത്തിട്ട് നേരെ മദ്രസയിലേക്ക് പോവുകയാണേ. അപ്പോൾ മദ്രസയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ രീതിയിൽ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ മഴക്കോളും ചെറിയ വെയിലും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമാണിന്ന്. നല്ല മഴക്കോളുണ്ടായിരുന്നെങ്കിലും പെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും പെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതേ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഉമ്മച്ചിയാണെങ്കിലും ഇതേ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞതാട്ടോ. പച്ചക്കറി തോട്ടമായിട്ടൊന്നും ഇപ്പോൾ ഇല്ല. മുമ്പ് പയറും പാവലും ഒക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുമായിരുന്നു. ഇപ്പം എന്തോ നടുന്നത് തന്നെ മിച്ചം ഉറുമ്പ് കൊണ്ടുപോയി കഴിക്കാൻ തോന്നുന്നു കേട്ടോ വിത്തുകൾ. നമ്മൾ തലേന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മത്തങ്ങ, തണ്ണിമത്തങ്ങയുടെ കാ വീണത്. അത് 1-2 കായൊക്കെ അങ്ങ് വാടിപ്പോയി കേട്ടോ. ഒരെണ്ണം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ വാപ്പ പറയുന്നത് കേട്ടത് ആരോ പറഞ്ഞു കൊടുത്തതാണ്. ആ കായുടെ അടിയിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് കയറാതെയും അല്ലാതെ തന്നെ കിട്ടും എന്നാരോ പറഞ്ഞു കൊടുത്തെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിനി മണ്ണിലിടാതെ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് കരിയിലയോ പോച്ചയോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കണം. നമുക്കും നോക്കാം നമ്മുടെ ഇതിലേക്ക് മത്തങ്ങയൊക്കെ പിടിക്കുന്നുണ്ടോ എന്ന്. തണ്ണിമത്തങ്ങ കേട്ടോ, വെറും മത്തങ്ങയല്ല. അപ്പോഴത്തേ നമ്മുടെ കുമ്പളങ്ങ ഉണ്ടല്ലോ, കുമ്പളങ്ങയിൽ നിന്ന് കുറേയൊക്കെ പഴുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. ഉമ്മച്ചിയാണെങ്കിൽ കുറച്ച് ചുണ്ടയ്ക്ക, ഞാൻ മുന്നേ കാണിച്ച കായുടെ പേര് ചുണ്ടയ്ക്ക എന്നാണ് കേട്ടോ. ഒന്നുകൂടി ഒന്ന് ബാക്ക് അടിച്ച് കണ്ടോളൂ. ആ ചുണ്ടയ്ക്കയുടെ തൈ നമ്മുടെ അതിരിനോട് ചേർന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലുതായിട്ട് പടർന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേരിറങ്ങിയിട്ട് അതിലൊക്കെ ഇടിയും. അതുകൊണ്ട് ഉമ്മ അത് വെട്ടിയിട്ട് അതിൻ്റെ കാ അങ്ങ് കൊണ്ടുവന്നു. എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൻ്റെ തീയലും അതുപോലെ തന്നെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണതേ. അപ്പോൾ ഇത് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് ചക്കപ്പൂഞ്ച് അഥവാ ചക്കക്കൂഞ്ഞ് എന്നൊക്കെ പറയും കേട്ടോ. അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ സവോളയും കൂടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വാപ്പാക്ക് പാല് മേടിക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ കർപ്പൂര മാങ്ങ. 2 എണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ഞാനവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. തോലൊക്കെ കളഞ്ഞൊന്ന് ചെത്തിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ. കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3-4 അല്ലി കൊച്ചുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി തീരെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ കുറച്ചധികം എടുത്തത്. തീരെ ചെറുതായിരുന്നേ. പിന്നെ ഗരം മസാലയ്ക്ക് പകരം ഗരം മസാല ഇല്ലായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഇറച്ചി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു ചിക്കൻ മസാലയാണെങ്കിലും കുഴപ്പമില്ല, മീറ്റ് മസാലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി. ഞാൻ അങ്ങനെ ഒരു മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രിർ അത്ര മതി കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞൊന്നും പോകണ്ട. ഒന്ന് ചതച്ചൊന്ന് ഒതുക്കിയെടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മളിതൊന്ന് താളിക്കാനായിട്ട് പോവാണേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കയുടെ പൂഞ്ചുണ്ടല്ലോ, അതങ്ങോട്ട് കുനുകുനാ അരിഞ്ഞ് വെച്ചതാണേ. അതും സവോളയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രം പോരാ കേട്ടോ. തട്ടിപ്പൊത്തി അങ്ങ് വെച്ച് കൊടുത്തേക്കണം കുറേ സമയം. വെള്ളം ഒഴിക്കരുത്. ആ എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും ഞാനാണെങ്കിലും മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയൊക്കെ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. പക്ഷേ കണ്ടതുപോലെയല്ല, നല്ല പുളി ഉണ്ടായിരുന്നേ. കർപ്പൂര മാങ്ങയല്ലേ, കർപ്പൂര മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ അല്ലേ. പക്ഷേ എന്തോ ചെറിയ പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മധുരമായിട്ടൊന്നും ഇല്ലായിരുന്നു, ചെറിയ പുളിയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബായ്.